പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ തലക്കിട്ട് കിട്ടിയ കൊട്ടുപോലെ ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്. ഒരു ഓൺലൈൻ മാധ്യമമെടുത്ത പൊതുജനാഭിപ്രായത്തിൽ ഉയർന്നു വന്ന ഒരു പ്രതികരണമാണ്. വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ പ്രതിപക്ഷ നേതാവ് പോയിട്ട് ഒരു നേതാവായിട്ട് പോലും കണക്കാക്കാൻ സാധിക്കില്ല, തികച്ചും ഒരു പൊട്ടനായി മാത്രമേ കാണുവാൻ സാധിക്കുള്ളൂ എന്ന് ഒരു സാധാരണക്കാരനായ ഒരു പൗരൻ പൊതുജനാഭിപ്രായത്തിൽ പറഞ്ഞു വച്ച ഒരു പ്രതികരണം. സതീശന്റെ കാര്യമൊന്നും പറയണ്ട, അവർ തലയ്ക്കുള്ളില്ലാതെ നടക്കെ എന്താ പറയുന്നതെന്ന് ഏതാ പറയും, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നതല്ല മറ്റന്നാ പറയുന്നത്. ഇതൊക്കെ അവനെയൊന്നും ഒരു ഇതായിട്ട് കാണാൻ പാടില്ല, പ്രതിപക്ഷ നേതാവായിട്ടേ കാണാൻ താല്പര്യം. കേട്ടല്ലോ, വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് ജനങ്ങൾക്കിടയിലുള്ള വില എന്താണെന്നാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. വടക്ക് നിന്ന് തെക്കോട്ടൊക്കെ യാത്ര നടത്തിയിട്ടൊന്നും യാതൊരു ഉപയോഗവുമില്ല. പിന്നെ പുതുയുഗ യാത്ര എന്ന് പറഞ്ഞ ഈ അഭിനയം ആർക്കു വേണ്ടിയാണ് നടത്തുന്നതെന്നും കൃത്യമായി ജനങ്ങൾക്കറിയാം. ഇത് കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും വി.ഡി. സതീശൻ നടത്തുന്ന യാത്രയല്ല, മറിച്ച് തൻ്റെ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുവാൻ വേണ്ടി, താൻ ജനങ്ങൾക്കിടയിൽ ഫെമിലിയർ ആണെന്ന് പാർട്ടിക്കകത്ത് വരുത്തി തീർക്കുവാൻ വേണ്ടി സതീശൻ്റെ കനകോലു തന്ത്രത്തിലൂടെ ഉയർന്നു വന്ന ഒരു തന്ത്രമാണ് സത്യത്തിൽ ഈ പുതുയുഗ യാത്ര. പുതുയുഗ യാത്രയിലൂടെ മറ്റുള്ള നേതാക്കന്മാരെ അധിക്ഷേപിച്ചും മറ്റുള്ളവരുടെ മുകളിലാണ് തനിക്ക് സ്ഥാനമെന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി സതീശൻ തന്നെ കാശ് കൊടുത്ത് PR അടിമകളെ വച്ച് തട്ടിക്കൂട്ടി നടത്തുന്ന ഒരു യാത്രയാണ് ഈ പുതുയുഗ യാത്ര. നിങ്ങൾ തന്നെ പല രംഗങ്ങളും കണ്ടിട്ടുണ്ട്. പുതുയുഗ യാത്രയിൽ സാധാരണക്കാരായ ജനങ്ങൾ സതീശൻ്റെ കയ്യിലേക്ക് നിവേദനങ്ങൾ കൊടുക്കുമ്പോൾ ആ നിവേദനങ്ങൾ കീറിക്കളയുന്ന കാഴ്ച, ആ നിവേദനങ്ങൾ വായിക്കാതെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ കയ്യിൽ കൊടുത്ത് ഒളിപ്പിക്കുന്ന കാഴ്ച, അതിനു പുറമെ മുതിർന്ന നേതാക്കന്മാരെ മാധ്യമങ്ങളും ജനങ്ങളും നോക്കി നിൽക്കെ അധിക്ഷേപിക്കുന്ന കാഴ്ച. എന്തിനേറെ പറയുന്നു, അണികളായി സദസ്സിലിരിക്കുന്ന സാധാരണക്കാരെ പോലും പുല്ലുവില കൽപ്പിച്ച് അവരോട് എണീച്ചു മാറിപ്പോടോ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള തമ്പ്രാൻ മനോഭാവത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വി.ഡി. സതീശൻ പുതുയുഗ യാത്രയിൽ മുഴുവൻ സ്വീകരിച്ചു വരുന്നത്. ആ സാധാരണക്കാരൻ പറഞ്ഞു വെച്ചത് കൃത്യമായിട്ടുള്ളൊരു പ്രതികരണമായി തോന്നി. സതീശനെയൊന്നും ഒരു ജനപ്രതിനിധിയായിട്ട് കാണുവാനേ സാധിക്കില്ല, പിന്നെയാണോ ഒരു നേതാവായിട്ട്? അപ്പോൾ സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, മുഴുവൻ ഉടായ്പായിട്ടുള്ള ഒരു വ്യക്തിക്ക് ജനങ്ങൾ എന്ത് വിലയാണ് കൊടുക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ ഒരു പ്രതികരണം. സോഷ്യൽ മീഡിയയിൽ അങ്ങോളം ഇങ്ങോളം ഈ ഒരു പ്രതികരണം ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. കൃത്യമായിട്ടുള്ള നിരീക്ഷണം എന്ന് വേണം പറയാൻ. പ്രതിപക്ഷ നേതാവായിരിക്കാൻ യോഗ്യതയില്ല, ജനപ്രതിനിധിയായിരിക്കാൻ യോഗ്യതയില്ല, പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കൂടെയുള്ളവരുടെ വരെ കാലുവാരിയിട്ട് സതീശൻ ഇത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ അധികാര സുഖത്തിന് വേണ്ടിയെന്ന് കൃത്യമായി ഉത്തരം പറഞ്ഞു വെക്കാൻ പറ്റുന്ന സാഹചര്യം. സതീശന്റെ കാര്യമൊന്നും പറയണ്ട, അവർ തലയ്ക്കുള്ളില്ലാതെ നടക്കെ എന്താ പറയുന്നതെന്ന് ഏതാ പറയും, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നതല്ല മറ്റന്നാ പറയുന്നത്. ഇതൊക്കെ അവനെയൊന്നും ഒരു ഇതായിട്ട് കാണാൻ പാടില്ല, പ്രതിപക്ഷ നേതാവായിട്ടേ കാണാൻ താല്പര്യം.